അച്ഛൻ ത്രയപരമേശ്വരൻ പേടിച്ചു കണ്ടു. 28 നാള് പേർ വിളി കല്യാണം കഴിയാത്ത ഉണ്ണി മകന്റെ വാക്കോട് വചനങ്ങൾ കേട്ടപ്പോ അച്ഛൻ ത്രയപരമേശ്വരൻ തന്റെ ബ്രഹ്മസ്യം പൂണുനൂലിൽ നിന്ന് ഒരു പൂണുനൂലാലെ വിളിച്ചു പൊട്ടിച്ചു. അച്ഛന്റെ വലത് തൃത്തടയിട്ട് മുപ്പിരി കൂട്ടി ഉത്തരത്തിൻപടിമേലിരിക്കുന്ന മുത്തരത്നം മാണിക്യം വൈഡൂരം മരതകം നീലം ഗോമേതകം എന്നിവ കുത്തിക്കോർത്തു. ഇടഭാഗ കൊണ്ട് ആശകാട്ടി വലഭാഗ കൊണ്ട് നല്ല നിഞ്ഞാണം കെട്ടി ഉണ്ണി മകന് നല്ല പേർ വിളിക്കുവാനായി. അച്ഛൻ ത്രയപരമേശ്വരൻ നിനന്ത് കാണുന്നു, ഇത്രയും മക്കളെ ഓരോരോ പേർ വിളിച്ചല്ലോ, ഇനി ഈ ഉണ്ണി മകനെ എന്തോ ഒരു പേർ വിളിക്കണം, ഏതോ ഒരു പേർ വിളിക്കണമെന്നും നിനന്തു. അച്ഛൻ ത്രയപരമേശ്വരൻ ഉണ്ണി മകന്റെ കനിമുഖത്തേക്ക് നോക്കുമ്പോ അച്ഛൻ കണ്ടറിഞ്ഞു കാണുന്നു മിന്നുമോ പൊന്നിൻ കിരീടമോ ഗളതലമണിയോ നട്പതക്കമോ പ്രസന്നം കന്ദർപ്പകാന്തി ചിന്തുമ മുഖ കമലമഹോ കോടി സൂര്യപ്രകാശം കാളിക്കൂലും കപാലം കരമലരിണയിൽ ശോഭിതം കൃഷ്ണവർണ്ണോ ലീലാഹാരം ജഗന്മോഹിനി മതിവിമലം ശ്രീകൃഷ്ണമായ സ്വരൂപം കണ്ടു. ഇടതുഭാഗത്ത് പൂണനൂല്, വലതുഭാഗത്ത് യോഗവട്ടം, ഇരകയിലും അരയാൻപടി മുച്ചാൻപടി ചിലമ്പിട്ടപടി ചിലമ്പിടകാപടി കാഞ്ഞിരക്കുറുപടി മുടിമുടിങ്ങില മുൻപടി പൂട്ടാങ്കൂലികളൊക്കെ കണ്ടു. വട്ടക്കൊമ്പനെന്നും ചോരക്കണ്ണനെന്നും മുണ്ടൻ മുറുവാലൻ ആര്യൻ ചമ്പൻ കണ്ട ചെറുവാലം പോത്തിന്റെ പുറം കയറി അറിയിരിക്കുന്നത് കണ്ടു. ഒരു മൂലം കൊണ്ട് അച്ഛൻ ത്രയപരമേശ്വരൻ ഉണ്ണി മകനെ പേർ വിളിക്കുന്നു. വിഷുവിന്റെ മായത്താലും എന്റെ വേദം അധികം കലർന്നു പിറന്നൂര് മകനെ അസുരാ കുലത്തിന് നാഥനായോനെ, അസുരാ കുലത്തിൽ പിറന്നൂര് മകനെ അസുരാ ഗുരു പൊന്നുണ്ണിയെ വിഷ്ണുമായേ ഭഗവാനേ മോനെ അസുരാ ഗുരു പൊന്നുണ്ണി വിഷ്ണുമായേ ഭഗവാനേ മോനെ ഭഗവാനേ മോനെ എന്ന് പേർ വിളിച്ചു. അന്നേ പാർവതി മാതാവും വിളിച്ചു അസുരാ ഗുരു പൊന്നുണ്ണിയെ വിഷ്ണുമായേ എന്റെ മോനെ പൊന്നുണ്ണിയെ വിഷമായ ഭഗവാനേ മോനെ എന്ന് പേർ വിളിച്ചു. ഒരു വഴി മൂലം കൊണ്ട് കോടിവാകപ്പെട്ട് പെൺകിടാവ് വിളിച്ചു കാണുന്നു അസുരാ കുലത്തിന് നാഥനായോനെ അസുരാ ഗുരു പൊന്നുണ്ണിയെ വിഷമായ ചാത്ത വിഷമായ ചാത്ത വിഷമായ ചാത്ത എന്ന് 3 പേരും 3 പേരും കൂട്ടി പേർ വിളിക്കുന്നപ്പോൾ